നമസ്കാരം. ഏപ്രിൽ 9 നിയമസഭാ ഇലക്ഷൻ എന്നുള്ള കാര്യം പൊതുജനങ്ങളായി നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കേരളമൊട്ടാകെ ഇപ്പം നമ്മുടെ കോങ്ങാട് മണ്ഡലത്തെ പ്രതികരിച്ച് നിലവിലുള്ള MLA ശ്രീമതി അഡ്വക്കേറ്റ് ശാന്തകുമാരി അവർക്ക് തന്നെ അവരുടെ പാർട്ടി വീണ്ടും ഒരു അവസരം തന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. അങ്ങനെ ഇരിക്കെ നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ ഒരു MLA എന്ന നിലയ്ക്ക് എന്തൊക്കെയാ ചെയ്തു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. കാരണം വികസനം എന്ന് പറയുന്നത് ഫ്ലക്സ് ബോർഡിലല്ല, വികസനം എന്ന് പറയുന്നത് വായിൽ പറയുന്ന വാക്കുകൊണ്ടല്ല, വികസനം എന്ന് പറയുന്നത് മൈക്ക് കിട്ടിയാൽ തോന്നിയ മാസം സംസാരിക്കുന്നതല്ല വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് യഥാർത്ഥമാക്കിയ കാര്യങ്ങളാണ് വികസനം എന്ന് പറയുന്നത്. ആ വികസനം നടക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, ടെക്നിക്കൽ സാങ്ഷൻ വേണം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എവിടെ നിന്നാണ്? ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ്. ടെക്നിക്കൽ സാങ്ഷൻ എവിടെ നിന്നാണ്? അതാത് ജില്ലയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നാണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതിനു ശേഷം വീണ്ടും ജില്ലയ്ക്ക് വരും. ജില്ലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കളക്ടർക്ക് പോകും, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മേടിക്കണം. അത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങിക്കണം. അത് കഴിഞ്ഞാലാണ് അതാത് പഞ്ചായത്തുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, ഒന്ന് സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ AE ആയിരിക്കും, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കും, അവരാണ് ടെൻഡർ വിളിക്കേണ്ടതും അഗ്രിമെന്റ് വെക്കേണ്ടതും. അങ്ങനെ എത്രയാണ് എന്തൊക്കെയാണ് വികസനം നമ്മുടെ പറളി പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പൊതുജനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 5ാം വാർഡിൽ 85 ലക്ഷം രൂപ MLA ഇടപെട്ട് അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലക്സ് ബോർഡ് കണ്ട് അതിനെക്കുറിച്ച് ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളത് 25 ലക്ഷം രൂപയ്ക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ടെക്നിക്കൽ സാങ്ഷനും. അതേമാതിരി 10ാം വാർഡിൽ ഞാൻ ഒരു ഫ്ലക്സ് ബോർഡ് കണ്ട് 10 കോടിയുടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിലിരുന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇനി ചെയ്യാൻ പോകുന്ന വികസനത്തിന്റെ ഫണ്ടും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു ഫ്ലക്സ് ബോർഡ് കണ്ട് 6 കോടിയുടെ വികസനം എന്ന് ഇവരെ വെച്ചിരിക്കുന്നതിലിരുന്ന് ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിക്കണം, പെണ്ണിനെ കണ്ടിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, മക്കൾ പ്രസവിച്ചിട്ടില്ല, എന്നാൽ മക്കളുടെ പേര് വെച്ചു എന്ന മാതിരിയാണ് ഈ വികസനത്തിലെ ഇവർ പറയുന്ന തുക. കോടികളുടെ പേരിലാണ് ഇവർ തുക പറയുന്നത്, പക്ഷെ ചെയ്തിരിക്കുന്നത് ലക്ഷങ്ങളാണ്. അപ്പോൾ പൊതുജനങ്ങൾ അവയർനെസ് ആകണം. നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം, ഈ ചോദ്യം ചോദിക്കണം, തിരിച്ചറി